ജിഞ്ചർ ഹബിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മൈസൂർ പാക്കാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്വീറ്റാണ് മൈസൂർ പാക്ക്. മൈസൂർ പാക്ക് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് കടലമാവാണ് വേണ്ടത്. ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് വരെ കടലമാവൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഈ കടലമാവിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടാനായിട്ടാണ് ഇങ്ങനെ റോസ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. മൈസൂർ പാവ് ഉണ്ടാക്കാനായിട്ട് ചൂടായിട്ടുള്ള നെയ്യാണ് ഉപയോഗിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് നെയ്യ് എടുത്തിട്ടുണ്ട്. നെയ്യ് ഇപ്പോൾ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇത് ഞാൻ അടുത്ത ബർണറിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. മൈസൂർ പാവ് ഉണ്ടാക്കുന്ന സമയത്ത് നെയ്യ് ചൂടോടെ തന്നെ ഇരിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് പഞ്ചസാര ചേർക്കാം. ഇതിലേക്ക് 3/4 കപ്പ് വെള്ളം ഒഴിക്കാം. ഷുഗർ സിറപ്പ് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആകുന്നവരെ കുക്ക് ചെയ്യാം. ഇതിപ്പോൾ 1 നൂൽ പാകം ആയിട്ടുണ്ട്. ഇതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന കടലമാവ് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ലോ ആയി വെച്ചിട്ട് വേണം കടലമാവ് ചേർക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. ഒരു മണത്തിനായിട്ട് ഏലക്കപ്പൊടി ചേർക്കാം, പക്ഷെ ഞാനിവിടെ ചേർത്തിട്ടില്ല. കട്ടകളൊന്നും തന്നെ ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഓരോ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക. സ്പൂൺ നെയ്യ് ഒഴിക്കുന്ന സമയത്ത് ഈ കടലമാവ് അതെല്ലാം അബ്സോർവ് ചെയ്തെടുക്കും. അതിനുശേഷം വേണം അടുത്ത സ്പൂണ് നെയ്യ് ചേർക്കാൻ. നെയ്യ് ചേർക്കുന്ന സമയത്ത് കൈ വിടാണ്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു കപ്പ് നെയ്യ് ചേർത്തതിന് ശേഷം ഇതിൽ നിന്ന് നെയ്യ് തെളിഞ്ഞ് കാണാൻ തുടങ്ങും. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇതാ ഇപ്പോൾ നെയ്യൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു ഗ്രീസ് ചെയ്ത പാത്രത്തിലേക്ക് ഒഴിച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കുക. സ്പൂൺ ഉപയോഗിച്ച് ലെവൽ ചെയ്യുന്ന സമയത്ത് കൂടുതൽ പ്രസ് ചെയ്ത് ലെവൽ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ മൈസൂർ പാവ് കാണുന്ന പോലെ ഹോളുകളോടെയുള്ള ടെക്സ്ചർ കിട്ടാൻ വലിയ പാടാണ്.
ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ചെറിയ പീസസ് ആയിട്ട് മുറിക്കാം. കുറച്ച് കഴിയുമ്പോൾ ഇത് നല്ല ഹാർഡായി മാറും. അപ്പോഴേക്കും നമുക്ക് പീസസ് ആയിട്ട് മുറിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞാണ് എടുത്തേക്കുന്നത്. ഇതാ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അകത്തൊരു ബ്രൗൺ കളറും പുറത്ത് ഒരു പെയിൽ യെല്ലോ കളറും കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിൽ യെല്ലോ കളറോ മഞ്ഞപ്പൊടിയോ ചേർക്കാവുന്നതാണ്. ഞാൻ പക്ഷേ ഇതിലൊന്നും തന്നെ ചേർത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.